പരിശുദ്ധമായിട്ടുള്ള ദനഹാ പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ചിന്തകനായ ടോൾസ്റ്റോയ് ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: വിത്തൗട്ട് നോയിങ് ഹൂ ഐ ആം ആൻഡ് വേർ ഐ ആം, ലൈഫ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ ആരാണെന്നും എവിടെയാണെന്നും അറിയാതെ ഇരിക്കുകയാണെങ്കിൽ ജീവിതം സാധ്യമല്ല എന്നുള്ളൊരു ചിന്തയാണ് നൽകുന്നത്. അതിനോട് ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ദ സോൾ മീനിങ് ഓഫ് ലൈഫ് ഈസ് സെർവിങ് ഹ്യൂമാനിറ്റി. ജീവിതത്തിൻ്റെ ആഴമേറിയ ആത്മാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവികതയെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ജീവിതം എന്താണെന്ന്, ജീവിതം എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്നും എവിടെയാണെന്നും മനസ്സിലാക്കുന്നതിലൂടെയാണെന്ന് പഠിപ്പിക്കുകയും ആ ജീവിതം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിപ്പിക്കുന്നത് മാനവികതയെ ശുശ്രൂഷിക്കുന്നതിലൂടെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. അങ്ങനെയാണ് എങ്കിൽ ലോകത്തിലേക്ക് കടന്നു വന്ന് ലോകത്തിലേക്ക് ഒരു ശുശ്രൂഷകനായിട്ട് വരികയും ആ ശുശ്രൂഷകനെ അനുഗമിക്കുവാൻ വേണ്ടി ഒരുപാട് പേരെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വേദഭാഗം. ഹോളി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സസ് 43 to 51. തീർച്ചയായിട്ടും ഈ 1-ാം അധ്യായം പഠിക്കുമ്പോൾ വളരെയധികം വെളിപ്പെടുത്തലുകൾ ഉള്ള ഒരു വേദഭാഗമായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയോ വെളിപ്പെടുത്തുന്ന, പലതും പഠിപ്പിച്ചു നൽകുന്ന ഒരു വേദഭാഗമായിട്ടാണ് കാണുന്നത്. വചനം ജഡമായി തീർന്നു എന്നുള്ള വെളിപ്പെടുത്തല്, ആ വചനം ദൈവമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തല്, വചനമായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ച യേശുക്രിസ്തു സത്യപ്രകാശമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തല്, ആ പ്രകാശത്തിനൊരു സാക്ഷി ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ തുടങ്ങി അനേകം വെളിപ്പെടുത്തലുകളുള്ള ഒരു അധ്യായമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്തും ഈ ഒരു അധ്യായം അവസാനിക്കുമ്പോഴും ഇതേ വെളിപ്പെടുത്തൽ നൽകിക്കൊണ്ട് തന്നെയാണ് അവസാനിപ്പിച്ച് മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുന്നത്. ഒരു ഒറ്റ ചിന്ത മാത്രം ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ പുസ്തകത്തിൽ നിന്ന്, ഈ വെളിപ്പെടുത്തലിൻ്റെ അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാൻ വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അനുഗമനം അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അനുഗമനം അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ് എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഈ വേദഭാഗത്തിൽ നിന്ന് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ചും 43-ാമത്തെ വാക്യം മുതൽ 51 വരെയുള്ള ചെറിയൊരു ഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ 4 കഥാപാത്രങ്ങളെയാണ് വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടി തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേദഭാഗമാണ്. 40 മുതലുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ചും 40-ഉം 41-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ 2 സഹോദരന്മാരെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് നൽകുന്നത്. അന്ത്രയോസിനെയും അതേപോലെ തന്നെ ശീമോനെയും കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. അന്ത്രയോസ് ആകട്ടെ ക്രിസ്തുവിനെ അനുഗമിച്ച് സാക്ഷിയായി തീർന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് സഹോദരന് പറയുകയാണ്, ഞാൻ മശിഹായെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ഐ ഹാവ് ഫൗണ്ട് ക്രൈസ്റ്റ്, വി ഹാവ് ഫൗണ്ട് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സഹോദരൻ്റെ അടുത്തിലേക്ക് ഓടി വരുന്നത്. സാക്ഷിയായി തീർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മശിഹായാണ് എന്ന തൻ്റെ അവതാരത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ സഹോദരങ്ങളെ ഓടി വരുന്ന അന്ത്രയോസിനെയാണ് 40-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 41-ാമത്തെ വാക്യത്തിൽ പത്രോസിനുണ്ടാകുന്ന ഒരു രൂപാന്തരം തന്നെയാണ് കാണിക്കുന്നത്. ശീമോൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവന് കേഫ എന്നൊരു മറ്റൊരു പേര് കൊടുത്തുകൊണ്ട് ഭൗതിക തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലേക്ക് മാറുവാൻ വേണ്ടിയുള്ള രൂപാന്തരത്തിലെ ഒരു അനുഭവത്തിലേക്കാണ് ആ അനുഗമനം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം 43 മുതലുള്ള വേദഭാഗത്തിൽ ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും കുറിച്ചുള്ള പരാമർശമാണ് നടത്തുന്നത്. ഫിലിപ്പോസിനോട് ക്രിസ്തു പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: എന്നെ അനുഗമിക്കുക. മറ്റൊന്നും പറയാതെ, മറ്റൊന്നും ചോദിക്കാതെ താൻ ആയിരിക്കുന്ന സ്ഥലത്ത് ഗലീലയിലേക്ക് പോകുന്ന വഴിയിൽ ഫിലിപ്പോസിനെ കണ്ടപ്പോൾ പറയുന്നത് എന്നെ അനുഗമിക്കുക എന്നുള്ള ഒരു അനുഭവമാണ്. ആ ഒരു അനുഭവം മനസ്സിലാക്കിക്കൊണ്ട്, ആ അനുഗമനം അനുസരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ താൻ ആരാണെന്നും താൻ ആരെയാണ് തിരയുന്നതെന്നും തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഫിലിപ്പോസ് മടങ്ങി വരുന്നത്. അവിടെയും ഫിലിപ്പോസും ഒരു സാക്ഷിയായി തീർന്നുകൊണ്ട് യഥാർത്ഥ മശിഹായെ കണ്ടുവെന്ന സന്തോഷത്തിൽ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ കൂടെയുള്ള നഥാനിയേലിനോട് പറയുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള മശിഹായെ കണ്ടു എന്നാണ് പറയുന്നത്. തൻ്റെ പൂർവ്വപിതാക്കന്മാർ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഭവത്തെക്കുറിച്ചും മശിഹായുടെ വലിയൊരു അനുഭവത്തെക്കുറിച്ചും പ്രവാചകന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അടിസ്ഥാനത്തിൽ മശിഹായെ കണ്ടു എന്നുള്ള വലിയ സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഫിലിപ്പോസിന്റെ ജീവിതം അർത്ഥവത്തായി തീർന്നു എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്.
ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ, ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ, ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവികതയുടെ ശുശ്രൂഷയാണ്. ക്രിസ്തുവിനെ അനുഗമിച്ച് ക്രിസ്തുവിനെ പിന്തുടർന്ന് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തിയിലേക്കാണ് ഫിലിപ്പോസും ആയിത്തീരുന്നത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവൃത്തിയിലേക്കുള്ള ഒരു അനുഗമനമായിട്ടാണ് ആ ഒരു അനുഗമനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു അനുഗമന സന്ദേശം ഫിലിപ്പോസ് നഥാനിയേലിനോട് പറയുമ്പോൾ നഥാനിയേൽ അല്പം സംശയത്തോടു കൂടിയാണ് അതിനെ വരവേൽക്കുന്നത്. നസ്രയത്തുകാരനായ ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ ഒരു ചോദ്യം കൂടിയാണ് നഥാനിയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നഥാനിയേലിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ഇന്നായിരിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മളായിരിക്കുന്ന വേഷഭൂഷാദികളുടെ അടിസ്ഥാനത്തിൽ, നമ്മളായിരിക്കുന്ന കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ മനുഷ്യരെയും നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നവർ അത്രമാത്രം പ്രാവീണ്യമുള്ള ആളാണെന്ന് മനസ്സിലാക്കാതെ, അത്രമാത്രം ജ്ഞാനമുള്ള ആളാണെന്ന് മനസ്സിലാക്കാതെ, മറ്റുള്ളവർ മുമ്പിൽ സ്ഥാനമുള്ള ആളാണെന്ന് മനസ്സിലാക്കാതെ ഒരുവനെ വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ തന്നെയാണ് നഥാനിയേൽ നസ്രയത്തിൽ നിന്ന് വല്ല അനുഗ്രഹവും നന്മയും ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഫിലിപ്പോസിന്റെ ഈ ഒരു അനുഗമന സന്ദേശത്തെ എതിരേൽക്കുന്നത്. എന്നാൽ ക്രിസ്തുവാകട്ടെ ഈ ഒരു സംശയം മനസ്സിലാക്കിക്കൊണ്ട് നഥാനിയേലിനോട് പറയുന്ന വാക്യമാണ് നഥാനിയേലിന്റെ രൂപാന്തരത്തിനായിട്ട് കാരണമായി തീരുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു നഥാനിയേലിന്റെ അടുക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നഥാനിയേലിനോട് പറയുന്നുണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവൻ കപടമില്ല എന്ന്. അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നഥാനിയേലിനെ കണ്ടുകൊണ്ട് അവൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവന്റെ സ്വാഭാവിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ തന്നെ വെളിപ്പെടുത്തി നൽകുമ്പോൾ തീർച്ചയായിട്ടും നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു എന്നുള്ള മറുവെളിപ്പെടുത്തലാണ് നഥാനിയേൽ ക്രിസ്തുവിനെ കുറിച്ച് നൽകുന്നത്. പ്രിയമുള്ളവരെ, വാക്കുകളെ ഉപസംഹരിച്ചുകൊള്ളട്ടെ. ഒരൊറ്റ ചിന്ത മാത്രമാണ് ഈ വേദഭാഗത്തിൽ നിന്ന് പങ്കുവെച്ചത്. അനുഗമനം അനുഗ്രഹത്തിന് കാരണമായി തീരുന്നുണ്ട്. അനുഗമനം അനുഗ്രഹത്തിന്റെ അനുഭവമായിട്ട് തീരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ 4 പേരും, അന്ത്രയോസും പത്രോസും ഫിലിപ്പോസും നഥാനിയേലും, അനുഗമിക്കുവാൻ വേണ്ടി കാണിച്ച ആ ഒരു മനസ്സ് അവർക്ക് അനുഗ്രഹത്തിനായിട്ടാണ് തീരുന്നത്. നഥാനിയേലിന്റെ ജീവിതം ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുമ്പോൾ ആദ്യം ഒരു സംശയമായിരുന്നു. എങ്ങനെയാണ് നസ്രയത്തിൽ നിന്ന് നന്മ വരുന്നതെന്ന് ചോദിച്ച ആള് തന്നെ അതേ നസ്രയനായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആ വെളിപ്പെടുത്തിന്റെ അവസ്ഥാനം യേശു ക്രിസ്തുവിന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇനി കാണുകയും ചെയ്യുമെന്ന്. മാലാഖമാരും ദൈവപുത്രന്മാരും സ്വർഗത്തിലേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുമെന്നുള്ള വലിയൊരു അനുഗ്രഹത്തിന്റെ അനുഭവം ഇവരിലേക്ക് പകർന്നു നൽകുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണെന്നും നമ്മുടെ ജീവിത ദൗത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, അത് മാനവികതയുടെ ശുശ്രൂഷയിലേക്ക് ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അടുപ്പിച്ചതുപോലെയാണെന്നുള്ള ചിന്തയിലായിരിക്കുമ്പോഴാണ് ഓരോ അനുഗമനവും അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ആ അനുഗമനം തീർച്ചയായിട്ടും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം.